മൊഡ്യൂൾ 3 അടുത്ത ടോപ്പിക് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്രോപ്പ് വാട്ടർ റിക്വയർമെന്റ് ആണ്. സോ ഈ ഒരു പോർഷനിൽ നമ്മൾ ഒരു ക്രോപ്പിന്, അതായത് ഒരു ക്രോപ്പ് ഒരു സീഡ് സോ ചെയ്ത് ഫൈനലി അതിന്റെ ഹാർവെസ്റ്റിംഗ് ടൈം വരെ അതിന് എന്തുമാത്രം വാട്ടർ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇറിഗേഷൻ വാട്ടറിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇവിടെ ഓൾറെഡി പോയിന്റ്സ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ഇറിഗേഷൻ വാട്ടർ സോയിലിലോട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. അപ്പൊ ഈ സോയിലിൽ നിന്നാണ് പ്ലാന്റ് അതിനാവശ്യമായിട്ടുള്ള വാട്ടർ വലിച്ചെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സോയിലിന്റെ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇറിഗേഷൻ വാട്ടറിലൂടെ എൻഹാൻസ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് അത് ഫൈനലി പ്ലാന്റ്സിലോട്ട് ചെന്ന് എത്തുന്നു അല്ലേ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇറിഗേഷൻ വാട്ടറിന്റെ ത്രൂ സോയിൽ എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ളത് നോക്കാം. സപ്ലൈ വാട്ടർ പാർഷ്യലി ഓർ ടോട്ടലി ഫോർ ക്രോപ്പ് നീഡ്. അപ്പോൾ ഒരു ക്രോപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം പാർഷ്യലി അല്ലെങ്കിൽ ടോട്ടലായിട്ട് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സോയിലിന്റെ പ്രധാനമായിട്ടൊരു ഫങ്ഷൻ ആണ്. അപ്പൊ അത് ഇറിഗേഷൻ വാട്ടർ ആണ് ശരിക്കും പറഞ്ഞാൽ സോയിലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നീട് ടു കൂൾ ബോത്ത് ദി സോയിൽ ആൻഡ് ദി പ്ലാന്റ് provides water for its transpiration. ഇപ്പോൾ ട്രാൻസ്പിറേഷന് വേണ്ടിയിട്ടുള്ള വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇറിഗേഷൻ വാട്ടറിലൂടെ. അതേപോലെ ഇതിനകത്ത് തന്നെ ഒരുപാട് ഡിസോൾവ് ആയിട്ടുള്ള മിനറൽസ് ഉണ്ട് അല്ലേ. അതെല്ലാം ഈ പ്ലാന്റ്സിന് ന്യൂട്രീഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ ഓക്സിജൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാന്റ്സിലെ മെറ്റബോളിസം നടക്കണമെങ്കിലും ഓക്സിജൻ വേണം. സോ ആ ഓക്സിജൻ ഇറിഗേഷൻ വാട്ടറിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. വിത്ത് ദി ഹെൽപ്പ് ഓഫ് സോയിൽ നമുക്ക് പ്ലാന്റിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. Then it serves as anchor for its roots. അപ്പൊ അത് നിങ്ങൾക്കറിയാം, സോയിൽ ശരിക്കും പറഞ്ഞാൽ സോയിലാണ് ഈ പ്ലാന്റ്സിന്റെ റൂട്ട്സ് ആങ്കർ ചെയ്ത് പിടിക്കുന്നത്. ആൻഡ് അതിലൂടെയാണ് നമുക്ക് ഇറിഗേഷൻ വാട്ടർ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ടു എൻഹാൻസ് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ, അതിന് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നു. ടു ലീച്ച് എക്സസ് സോൾട്ട്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇറിഗേഷൻ വാട്ടർ ഫീൽഡിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എക്സസ് ആയിട്ടുള്ള സോൾട്ട് എല്ലാം ലീക്കേജ് കാരണം നഷ്ടപ്പെട്ടു പോകുന്നു. ആൻഡ് ആ സോയിലിനെ നമുക്ക് ബെറ്റർ ആയിട്ട് മാറ്റാനായിട്ട് കഴിയുന്നു. ദെൻ ടു ഇംപ്രൂവ് ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ്. അപ്പൊ അത് വളരെ വലിയൊരു ഒരു എന്താ പറയുക, ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇറിഗേഷൻ വാട്ടർ ഫീൽഡിലോട്ട് കൊടുക്കുന്നത് കാരണം എക്സസ് ആയിട്ടുള്ള വെള്ളം, നമ്മൾ കഴിഞ്ഞ ദിവസം സാച്ചുറേഷന്റെ കാര്യമൊക്കെ പറഞ്ഞു. സോ സാച്ചുറേറ്റ് ആയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളം എല്ലാം കൂടെ താഴേക്ക് പോവുകയാണ് അല്ലേ, ഇൻഫിൽട്രേറ്റ് ചെയ്ത്. ഗ്രാവിറ്റേഷണൽ വാട്ടർ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് ശരിക്കും താഴോട്ട് പോയി ഗ്രൗണ്ട് വാട്ടറിലാണ് ചെന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജിനെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നു. ആൻഡ് ടു ഫെസിലിറ്റേറ്റ് കണ്ടിന്യൂസ് ക്രോപ്പിംഗ്. അപ്പൊ നല്ല രീതിയിൽ ഇറിഗേഷൻ വാട്ടർ കൊടുക്കുന്നത് കാരണം ഒരുപാട് ഈൽഡ് കിട്ടുന്നു. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ക്രോപ്പിംഗ് ചെയ്യാനും കഴിയുന്നു. ഇനി നമ്മൾ ഈ ഇറിഗേഷൻ പ്രാക്ടീസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ലാൻഡ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അപ്പൊ നമ്മളൊരു ക്രോപ്പ് കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഒരു ലാൻഡിലേക്ക് ഇറങ്ങി ചെന്ന് അതിനങ്ങ് ഇറിഗേഷൻ ചെയ്യാനായിട്ട് തുടങ്ങുകയല്ല. ഒരു അൺകൾട്ടിവേറ്റഡ് ലാൻഡ് ആദ്യം ഒന്ന് ഒരുക്കണം അല്ലെ, ഒന്ന് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്ക് ഇറിഗേഷൻ വാട്ടർ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് തിക് ജംഗിൾ. അപ്പം ഭയങ്കര കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബുഷി ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അവിടെയെല്ലാം വെട്ടിത്തെളിക്കുക. ഏതെങ്കിലും വലിയ മരങ്ങളുടെ റൂട്ട്സും ഒക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലാൻഡിൽ അതെല്ലാം നമ്മൾ പിഴുതെടുത്ത് മാറ്റി അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ബേൺ ചെയ്ത് കളയണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആ ലാൻഡിനെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാൻഡ് ലെവലാക്കുക. ഒരു ലാൻഡ് നോക്കുകയാണെങ്കിൽ എപ്പോഴും അത് ലെവലാവണമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അതിനകത്ത് ഡിപ്രഷൻസ് കാണും, ചിലപ്പോൾ കുറച്ചും കൂടി എലിവേറ്റഡ് ആയിട്ടുള്ള പോർഷൻ കാണും. പക്ഷെ അതെല്ലാം നമ്മൾ നികത്തി ഒരു ഫ്ലാറ്റ് റീജിയൻ ആക്കി മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ റൂഫൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഫ്ലാറ്റ് റൂഫൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ചെറിയൊരു സ്ലാൻഡിങ് സ്ലോപ്പ്, ഒരു 10 ഡിഗ്രിയുടെ ഒക്കെ ഒരു ചെറിയ സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാരണം ഡ്രെയിനേജ്, ഇപ്പം മഴയൊക്കെ പെയ്താൽ എക്സ് ആയിട്ടുള്ള വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചെറിയൊരു സ്ലോപ്പ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ലാൻഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഒരു റെഗുലർ ആയിട്ടുള്ള സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി അതിനുശേഷം ചെയ്യുന്നത് ആ വലിയ ലാൻഡിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ പഠിച്ചപ്പോൾ ലിവീസിനെ പറ്റി പഠിച്ചു അല്ലെ. അപ്പോൾ ചെറിയ പ്ലോട്ട്സ് ആയിട്ട് തിരിക്കുന്നത് ചെറിയ സ്മോൾ ലിവീസിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ ഏത് ഇറിഗേഷൻ മെത്തേഡ് ആണോ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ച് ചെറിയ ലിവീസ് കെട്ടി അതിനെ ലാൻഡിനെ തിരിക്കുക. അതുകൂടാതെ ഓരോ ക്രോപ്സിനും വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഡിച്ചസ്, വാട്ടർ കോഴ്സസ് എല്ലാം നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് റെഗുലർ ഇന്റർവെൽ അല്ലെങ്കിൽ സ്പേസിങ്ങിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഡ്രെയിൻ, വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഡ്രെയിൻ ഡിച്ച് കൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അത് തന്നെയാണ് ലാസ്റ്റ് സ്റ്റെപ്പിലും പറയുന്നത്, പ്രോപ്പർ ഡ്രെയിനേജ് മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇറിഗേഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങളാണ് ചെയ്തു വെക്കേണ്ടത്. ഒന്ന്, അത്യാവശ്യം നമ്മുടെ ഇറിഗേഷൻ വാട്ടറിന്റെ ഒരു ഫങ്ഷൻസ് അറിഞ്ഞിരിക്കണം. പിന്നെ എങ്ങനെയാണ് ഒരു ലാൻഡിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും ആകുമ്പോഴത്തേന് നമുക്ക് ആ ഒരു ഇറിഗേഷന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ഓക്കെ, അതായത് ഇറിഗേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ആ ഡെഫിനിഷൻസ് എല്ലാം നിങ്ങൾ അതേപോലെ തന്നെ പഠിച്ചു വെക്കണം, മനസ്സിലാക്കുകയും വേണം. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ക്രോപ്പ് പീരീഡ്, ബേസ് പീരീഡ്, ഈ രണ്ട് ടേംസ് ആദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ക്രോപ്പ് പീരീഡിന്റെ ഡെഫിനിഷൻ നോക്കിയേ, ദ ടൈം പീരീഡ് ദാറ്റ് എലാപ്സസ് ഫ്രം ദി ഇൻസ്റ്റന്റ് ഓഫ് ഇറ്റ്സ് സോയിങ് ടു ദി ഇൻസ്റ്റന്റ് ഓഫ് ഇറ്റ്സ് ഹാർവെസ്റ്റിംഗ് ഈസ് കോൾഡ് ദി ക്രോപ്പ് പീരീഡ്. അപ്പൊ ഒന്നുമില്ല, ആ ഒരു ക്രോപ്പിന്റെ പീരീഡ് അല്ലെ, അത്രയും തന്നെ പറഞ്ഞോളൂ. അതായത് ഒരു ക്രോപ്പ് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സീഡ് എടുത്ത് സോ ചെയ്യുന്ന ടൈം മുതൽ അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈം വരെ ഉള്ള ആ ഒരു പീരീഡിനെ നമ്മൾ ഒരു ക്രോപ്പിന്റെ പീരീഡ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു ലൈഫ് പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്താണ് ബേസ് പീരീഡ്? ദ ടൈം ബിറ്റ്വീൻ ദി ഫസ്റ്റ് വാട്ടറിംഗ് ഓഫ് എ ക്രോപ്പ് അറ്റ് ദി ടൈം ഓഫ് ഇറ്റ്സ് സോയിങ് ടു ഇറ്റ്സ് ലാസ്റ്റ് വാട്ടറിംഗ് ബിഫോർ ഹാർവെസ്റ്റിംഗ് ഈസ് കോൾഡ് ദി ബേസ് പീരീഡ്. അപ്പൊ എന്താണ്, നമ്മൾ സോ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ വാട്ടറിങ് ചെയ്യും അല്ലെ. സീഡ് സോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കും. ആ ആദ്യം ഒഴിക്കുന്ന വെള്ളം അത് മുതൽ ആൻഡ് ഫൈനലി നമ്മൾ ഹാർവെസ്റ്റിങ്ങിന്റെ ടൈം ആകുമ്പോഴത്തേന്, ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കത്തില്ല, പക്ഷെ ഹാർവെസ്റ്റിങ്ങിന് മുമ്പായിട്ട് എപ്പോഴാണോ ലാസ്റ്റ് വെള്ളം ഒഴിച്ച് നിർത്തിയത് ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബേസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ക്രോപ്പ് പീരീഡും ബേസ് പീരീഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണേ. ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത് സോ ചെയ്യുമ്പം ഉള്ള ആ ഒരു സീഡ് സോ ചെയ്യുന്ന ടൈം മുതൽ ഫൈനലി ഹാർവെസ്റ്റ് ചെയ്യുന്ന വരെയുള്ള ടൈമാണ്. പക്ഷെ ബേസ് പീരീഡ് എന്ന് പറയുന്നത് സോ ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ കഴിഞ്ഞ് അതിന്റെ ഫസ്റ്റ് വാട്ടറിങ് കൊടുക്കുന്നു. പിന്നെ ഹാർവെസ്റ്റിങ്ങിന് തൊട്ട് മുമ്പ് എപ്പോഴാണോ നമ്മൾ അവസാനമായിട്ട് വെള്ളം കൊടുത്തത് ആ ഒരു ടൈം പീരീഡിനെ ബേസ് പീരീഡ് എന്ന് പറയുന്നു. അപ്പൊ നിങ്ങളത് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഈ രണ്ട് പീരീഡും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോപ്പ് പീരീഡ് ആയിരിക്കും ബേസ് പീരീഡിനെ കാട്ടി ഒരു ഇച്ചിരിയും കൂടെ കൂടുതലായിട്ട് നിൽക്കുന്നത്. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്, മറ്റേത് ക്രോപ്പ് പീരീഡിനകത്ത് സോ ചെയ്യുന്നു, സോ ചെയ്ത് വെള്ളം ഒഴിക്കുന്നു. ഓക്കെ, അപ്പൊ ആ പീരീഡിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരുപാട് നേരമൊന്നും എടുക്കത്തില്ല. നമ്മൾ സോ ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടല്ല വെള്ളം ഒഴിക്കുന്നത്, ചിലപ്പോൾ അന്ന് തന്നെ വെള്ളം ഒഴിക്കും. അപ്പൊ ആ ഒരു ടൈമും ഹാർവെസ്റ്റിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്താ ഒഴിച്ച വെള്ളം എപ്പോ വരെയാണോ അത് ബേസ് പീരീഡ്. അപ്പൊ ആ ഒരു ടൈം ഗ്യാപ്പും വളരെ ചെറുതാണ് അല്ലെ. അപ്പൊ ഇത് ഈ ഒരു ടൈം, അതായത് ക്രോപ്പ് പീരീഡും ബേസ് പീരീഡും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാൽക്കുലേഷൻ പേർപ്പസിലും ഈ ഒരു ക്രോപ്പ് പീരീഡും ബേസ് പീരീഡും സെയിം എന്നുള്ള ഒരു രീതിയിലായിരിക്കും എടുക്കുന്നത്. ആൻഡ് നമ്മൾ ഈ പീരീഡിനെ ബി ഡേയ്സ്, ക്യാപിറ്റൽ ബി ഡേയ്സ് എന്നാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി വേറെ കുറച്ച് ഡെഫിനിഷൻസും കൂടെ ഉണ്ട്. ആദ്യം തന്നെ ഗ്രോസ് കമാൻഡഡ് ഏരിയ, GCA. ഇപ്പൊ ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്, ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ലാൻഡ് എടുക്കുന്നുണ്ടോ ആ ലാൻഡ് മൊത്തത്തിലാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഏക്കർ കണക്കിന് വസ്തു കാണും, അവിടെ നമ്മൾ ഇറിഗേഷൻ ചെയ്യാൻ പോവാണ്. ഒരുപക്ഷെ ആ ഒരു വലിയ ഏരിയക്കുള്ളിൽ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു വീട് അല്ലെങ്കിൽ ഒരു എസ്റ്റേറ്റ് എന്ന് സങ്കല്പിക്കുക. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കിടക്കുന്ന ആ ഒരു മൊത്തം ഏക്കർ ഓഫ് ലാൻഡിനെ നമ്മൾ ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നു. കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഗ്രോസ് കമാൻഡഡ് ഏരിയയ്ക്ക് ഉള്ളിലുള്ള ഒരു ഏരിയ ആണ്. അതായത് ഈ ഗ്രോസ് കമാൻഡഡ് ഏരിയയിലെ മൊത്തം
മൊത്തം ഏരിയയും നമുക്ക് ഇറിഗേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. ചില ആ ടോട്ടൽ ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലയിടത്ത് അൺഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ അല്ലെങ്കിൽ ബാരൻ ലാൻഡ് ആയിരിക്കും. ചിലയിടത്ത് വില്ലേജസ്, ചെറിയ വേറെ എന്തെങ്കിലുമൊക്കെ വീടുകളോ ബിൽഡിങ്സ് എന്തെങ്കിലുമൊക്കെ കാണും. ഗ്രേവ് യാർഡ്സ് കാണാം, പോൺസ് കാണാം. അപ്പം ഇതൊന്നും നമുക്ക് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയയിൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ടോട്ടൽ ആയിട്ടുള്ള ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ നിന്ന് അൺകൾച്ചറബിൾ ആയിട്ടുള്ള ഏരിയ മാറ്റുമ്പോഴാണ് നമുക്ക് കൾച്ചറബിൾ ആയിട്ടുള്ള കമാൻഡഡ് ഏരിയ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 ഏക്കർ ഭൂമിയുണ്ട്, അവിടെ നമ്മൾ കൾട്ടിവേഷൻ ചെയ്യാൻ പോവുക. അതിനുള്ളിൽ തന്നെയാണ് നമ്മുടെ വീട്. അപ്പോൾ അതിനകത്തൊരു 2 ഏക്കറോളം ഭൂമി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അൺകൾച്ചറബിൾ ആയിട്ടുള്ള ഏരിയ ആണ്, അവിടെ കൾട്ടിവേഷൻ നടക്കത്തില്ല. വേറെ എന്തെങ്കിലും ബിൽഡിങ്സോ അല്ലെങ്കിൽ പോണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ ഒരു കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത് കൾച്ചർ ചെയ്യാൻ അല്ലെങ്കിൽ കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. അപ്പോൾ ടോട്ടൽ ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ നിന്ന് അൺകൾച്ചറബിൾ ആയിട്ടുള്ള ഏരിയ മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ഏരിയ, അതായത് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ. ഇനി എന്താണ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ? ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഏരിയ നോക്കുകയാണെങ്കിൽ അതിൽ എല്ലാ ഏരിയയും, അതായത് ടോട്ടൽ ഏരിയ മൊത്തത്തിൽ എല്ലാം കൂടെ നമ്മളൊരു എന്താ ഒരു ക്രോപ്പ് കൾട്ടിവേഷന് വേണ്ടിയിട്ട് എടുക്കത്തില്ല. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രമായിരിക്കും നമ്മൾ അതിൽ ചൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഒരു ക്രോപ്പ് സീസണിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ചെറിയ പീസ് ഓഫ് ഏരിയയാണ് നമ്മൾ കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആയിരിക്കും ക്രോപ്പിന്റെ ഗ്രോത്ത് നടക്കുന്നത്. ഇപ്പോൾ പല ടൈപ്പ് ഓഫ് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ എടുക്കുകയാണെങ്കിൽ പലതിനും പല സീസൺ ആയിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലാൻഡിൽ പലയിടത്തായിട്ട് എന്താ പല പ്ലാന്റ്സ് കൊണ്ടുവന്ന് നട്ടുവെച്ചിരിക്കുകയാണ് ക്രോപ്പ് കൾട്ടിവേഷന് വേണ്ടിയിട്ട്. അപ്പം എല്ലാ സീസണിലും വളരണമെന്നില്ല. ചിലപ്പോൾ ആ ഒരു ഭാഗത്തെ ചെടികൾ മാത്രമായിരിക്കും അല്ലെങ്കിൽ മരങ്ങൾ മാത്രമായിരിക്കും എന്താ ഈൽഡ് തരുന്നത് അല്ലെങ്കിൽ വളർന്നു വരുന്നത്. അപ്പൊ ആ ഒരു പോർഷൻ ഏരിയ മാത്രം നമ്മൾ കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നു. അപ്പോൾ കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്തുമായിരിക്കും? ആ ഒരു സ്ഥലത്ത് പെർട്ടിക്കുലർ ടൈമിൽ ആ ഏരിയയിൽ ക്രോപ്പ് ഒന്നും തന്നെ വളർത്താൻ കഴിയുന്നില്ല. അപ്പൊ ആ ഒരു ഏരിയയെ നമ്മൾ കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നു. ഇതെല്ലാം ഒരു വലിയ ഏരിയക്കുള്ളിലാണ് കേട്ടോ. അടുത്തത് ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ഇതെന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർസെൻറ്റേജ് ഓഫ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ ആണ് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറിഗേഷന്റെ ഇന്റൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര ശക്തമായിട്ടാണ് ആ ഒരു പ്രദേശത്ത് ക്രോപ്പ് കൾട്ടിവേഷൻ നടക്കുന്നത്, അതിന്റെ ഒരു പെർസെൻറ്റേജ്, അതാണ് ഉദ്ദേശിച്ചത്. വീണ്ടും അടുത്ത കുറച്ച് ടേംസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കോർ ഡെപ്ത് ആൻഡ് കോർ പീരീഡ്. ഈ രണ്ട് ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോർ ഡെപ്ത് എന്ന് പറയുന്നത് ദി ഫസ്റ്റ് വാട്ടറിംഗ് ഇസ് നോൺ ആസ് കോർ വാട്ടറിംഗ് ആൻഡ് ദി ഡെപ്ത് അപ്ലൈഡ് ഇസ് നോൺ ആസ് കോർ ഡെപ്ത്. അപ്പോൾ ആദ്യം സോയിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ വാട്ടറിംഗ്, ആ ഫസ്റ്റ് വാട്ടറിങ്ങിന് നമ്മൾ പറയുന്ന പേര് കോർ വാട്ടറിംഗ് എന്നും, എത്ര ഡെപ്തിനാണ് നമ്മൾ ആ വെള്ളം കൊടുത്തത് അതിനെ നമ്മൾ കോർ ഡെപ്ത് എന്നും പറയുന്നു. ഇനി ദി പോർഷൻ ഓഫ് ദി ബേസ് പീരീഡ് ഇൻ വിച്ച് കോർ വാട്ടറിംഗ് ഇസ് നീഡഡ് ഇസ് നോൺ ആസ് കോർ പീരീഡ്. ഇപ്പൊ ബേസ് പീരീഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ക്രോപ്പ് സോ ചെയ്ത് അതിന്റെ ഫസ്റ്റ് വാട്ടറിംഗ് മുതൽ ഹാർവെസ്റ്റിന് മുമ്പുള്ള വാട്ടറിംഗ് വരെ. അപ്പം ആ ഒരു പോർഷൻ ഓഫ് ബേസ് പീരീഡിനെയാണ് നമ്മൾ കോർ പീരീഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോർ വാട്ടറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര പീരീഡ് ആണോ എടുത്തത്, ടൈം ആണോ എടുത്തത്, അതിനെയാണ് നമ്മൾ കോർ പീരീഡ് എന്ന് പറയുന്നത്. ഇത്രയും ഓർത്താൽ മതി. ബേസ് പീരീഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയവും അതേപോലെ ഹാർവെസ്റ്റിന് മുമ്പ് നമ്മൾ എപ്പോൾ വാട്ടർ ചെയ്തു അത് തമ്മിലുള്ള ആ ഒരു ടൈം പീരീഡ് ആണ്. കോർ പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ കോർ വാട്ടറിങ് ചെയ്യാൻ എടുത്ത ടൈം പീരീഡ്. ഓക്കെ, അതായത് ഫസ്റ്റ് വാട്ടറിങ് ചെയ്യാനായിട്ടുള്ള എടുത്ത ആ ഒരു പീരീഡിനാണ് നമ്മൾ കോർ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ക്രോപ്പ് റേഷ്യോ. നമ്മൾ പല സീസൺസിൽ ക്രോപ്പ് കൾട്ടിവേഷൻ നടത്തും എന്നൊക്കെ പറഞ്ഞു. റാബി സീസൺ, ഖാരിഫ് സീസൺ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ റാബി സീസണിൽ എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്തു ബൈ ഖാരിഫ് സീസണിൽ എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്തു, അതിന്റെ ഒരു റേഷ്യോ ആണ് ക്രോപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തത് ഔട്ട്ലെറ്റ് ഫാക്ടർ.
അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡ്യൂട്ടി അറ്റ് ദി ഔട്ട്ലെറ്റ് എന്നാണ്. നമ്മൾ ഇതിനെപ്പറ്റി ഡ്യൂട്ടിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ടൈം ഫാക്ടർ എന്താണെന്ന് നോക്കിയേ. അതും ഒരു റേഷ്യോ ആണ്. അതായത് നമ്പർ ഓഫ് ഡേയ്സ് ദി കനാൽ ഹാസ് ആക്ച്വലി റൺ ടു ദി നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഇറിഗേഷൻ പീരീഡ്. ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ എത്ര നാള് ഈ കനാലിലെ വെള്ളം ഒഴുക്കി വിട്ടു, അതും അതേപോലെ തന്നെ നമ്പർ ഓഫ് ഡേയ്സ് ഇറിഗേഷൻ പീരീഡിന് നമ്മൾ എടുത്ത ആ ഒരു നമ്പർ ഓഫ് ഡേയ്സും കൂടെ അതിന്റെ ഒരു റേഷ്യോ ആണ് ടൈം ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി കപ്പാസിറ്റി ഫാക്ടർ, അതും ഒരു റേഷ്യോ തന്നെയാണ്. മീൻ സപ്ലൈ ഡിസ്ചാർജ് ടു ദി ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ഓഫ് എ കനാൽ. ഇപ്പൊ ഒരു കനാൽ നോക്കിയാൽ അതിന് മാക്സിമം ഇത്രയും സപ്ലൈ ചെയ്യാനായിട്ടുള്ള കഴിവ് കാണും. പക്ഷെ ഒരു ക്രോപ്പ് ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുറച്ച് ഇത്ര മാത്രം ഡിസ്ചാർജ് കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡെൽറ്റ? ഡെൽറ്റ എന്ന് പറയുന്നത് വാട്ടർ നമ്മൾ ഇറിഗേഷന് വേണ്ടിയിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമല്ലോ, അതിന്റെ ആ ഒരു ഡെപ്തിനാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ടു കം ടു മെച്യൂരിറ്റി ഈസ് കോൾഡ് ഇറ്റ്സ് ഡെൽറ്റ. എത്ര ഡെപ്തിൽ നമ്മൾ വാട്ടർ ഒഴിച്ചുകൊണ്ടിരുന്ന ടോട്ടൽ ഡെപ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫൈനൽ സ്റ്റേജ് വരെ എത്ര ഡെപ്ത് വെള്ളം നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പൊ ആ ഒരു വെള്ളം കൊടുക്കുന്ന കാരണം ആ ക്രോപ്പ് മെച്യൂരിറ്റിയിൽ എത്തി. ഓക്കെ, ആ ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ സിമ്പിള് ഡെൽറ്റ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഡെപ്ത് ഓഫ് വാട്ടറിന്റെ അല്ലെങ്കിൽ ഡെൽറ്റയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്ററിലാണ്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ രണ്ട് പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് റൈസ് റിക്വയർസ് അബൌട്ട് 10 centimeter depth of water at an average interval of about 10 days and the crop period of rice is 120 days, find out the delta for rice. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റൈസിന്റെ ഡെൽറ്റയാണ്. റൈസിന്റെ ഡെൽറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, എത്ര ഡെപ്ത് ഓഫ് വാട്ടർ ആണ് ശരിക്കും ആ ഒരു ക്രോപ്പിന്റെ മെച്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത്. അതാണ് എത്ര എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് വേണ്ടി വരുന്നു, അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഡേറ്റയ്ക്കകത്ത് 10 centimeter ഡെപ്ത് അതിന് വേണോന്ന് പറയുന്നുണ്ട്. അതായത് എപ്പോൾ വാട്ടർ കൊടുക്കുന്നു അപ്പോഴെല്ലാം 10 centimeter ഡെപ്ത് ഓഫ് വാട്ടർ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ കൊടുക്കുന്ന ഇന്റർവെൽ എന്ന് പറയുന്നത് ഓരോ 10 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ആൻഡ് അതിന്റെ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത് 120 days ആണ്. അപ്പൊ നിങ്ങൾ ഇത് തിങ്ക് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. ക്രോപ്പ് പീരീഡ് എന്താണ്, ആ സോ ചെയ്യുന്ന ടൈം മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈമിന്, അതായത് ആ ഒരു ക്രോപ്പിന്റെ ലൈഫ് ടൈം ആണ് ഈ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 120 ദിവസമാണ് ഈ റൈസിന് ആയുസ്. അപ്പൊ ഈ 120 ദിവസം 10 days ഇന്റർവെല്ലിലാണ് ഈ റൈസിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ കൊടുക്കുന്ന ടൈം എല്ലാം 10 centimeter ഡെപ്തിലായിരിക്കും റൈസിന് വാട്ടർ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 120 days കൊണ്ട് എത്ര ഡെൽറ്റ ഓഫ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ഈ റൈസിന് വേണ്ടി വന്നു ഹാർവെസ്റ്റിംഗ് വരെ, ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ വീണ്ടും ഒന്നുകൂടെ ഇതൊന്ന് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് തനിയെ സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇതിനങ്ങനെ റൂൾസും ഒന്നുമില്ല, തനിയെ ചിന്തിച്ച് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സൊല്യൂഷൻ നോക്കാം. 120 ദിവസം എന്ന് പറഞ്ഞു, 10 day ഇന്റർവെല്ലിലാണ് വാട്ടർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം 120 days ആണ് അതിന്റെ ടോട്ടൽ ലൈഫ് ടൈം. 10 ദിവസം ഇന്റർവെല്ലിൽ വെള്ളം കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര തവണ വാട്ടറിങ് ചെയ്ത് കാണും, അത് കണ്ടുപിടിക്കാനായിട്ട് 120/10 നോക്കിയാൽ മതി അല്ലെ. അപ്പൊ ആ കാൽക്കുലേഷൻ ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമ്പർ ഓഫ് റിക്വയർഡ് വാട്ടറിങ്സ് എന്ന് പറയുന്നത് 120 divided by 10, അതായത് 12 ടൈംസ് ആണ് ആ ഒരു റൈസിന്റെ ക്രോപ്പ് പീരീഡിൽ റൈസിന് കിട്ടിയിരിക്കുന്ന, അതായത് 12 തവണയാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് അല്ലെ, 10 ദിവസം കൂടുമ്പം ഒഴിച്ചത്. ഓക്കെ, അപ്പൊ ഇനി എന്തുമായിരിക്കും റൈസിന്റെ ഡെൽറ്റ, അതായത് ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ എത്രയായിരിക്കും റിക്വയർഡ് ആയിട്ടുള്ളത്. ഒരു തവണ വെള്ളം ഒഴിക്കുമ്പോൾ 10 centimeter ഡെപ്ത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ 12 തവണ ഒഴിച്ചെങ്കിൽ 12 into 10 ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വാട്ടറിങ്സ്. 12 തവണ വെള്ളം ഒഴിച്ചു, ഓരോ തവണ വെള്ളം ഒഴിച്ചപ്പോഴും നമ്മൾ എത്ര കൊടുത്തു, 10 centimeter ഡെപ്ത് ഓഫ് വാട്ടർ കൊടുത്തു. 12 into 10 is equal to 120 centimeter. അപ്പം
റൈസിന്റെ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? 120 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അതുപോലെ രണ്ടാമത്തെ ചോദ്യം നിങ്ങളൊന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് വീറ്റ് റിക്വയർസ് അബൌട്ട് 7.5 സെന്റിമീറ്റർ ഓഫ് വാട്ടർ ആഫ്റ്റർ എവറി 28 days and the base period for wheat is 140 days. Find out the value of delta for wheat. ഈ ഒരു ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ്. പക്ഷെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്തുവെന്നറിയാമോ? നേരത്തെ ക്രോപ്പ് പീരീഡ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വീറ്റിന്റെ ബേസ് പീരീഡ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ക്രോപ്പ് പീരീഡ് ബേസ് പീരീഡ് മാറ്റി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇല്ല. കാരണം നേരത്തെ തന്നെ പറഞ്ഞു ക്രോപ്പ് പീരീഡും ബേസ് പീരീഡും രണ്ട് ടേംസ് ആണ്. ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത് സോ ചെയ്യുമ്പോൾ മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്നവരെ ഉള്ള ആ ഒരു ക്രോപ്പിന്റെ ലൈഫ് ടൈം അല്ലെ. പക്ഷെ ബേസ് പീരീഡ് വാട്ടറിങ്ങിന്റെ കാര്യമാണ് പറയേണ്ടത്. അപ്പൊ ആദ്യത്തെ വാട്ടറിങ് മുതൽ അവസാനത്തെ വാട്ടറിങ് വരെയുള്ള ടൈം പീരീഡ് ആണ് ബേസ് പീരീഡ്. ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോബ്ലം സൈഡിലോട്ടൊക്കെ വരുമ്പോഴത്തേന് എന്താ രണ്ടും സെയിം ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ബേസ് പീരീഡ് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ വേറെ ഒന്നും തന്നെ മാറ്റുന്നില്ല. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും സോൾവ് ചെയ്യുന്നത്. എങ്ങനെയാണ്? 140 ഡേയ്സിൽ 140 ഡേയ്സ് ആണ് ഇതിന്റെ എന്താ ലൈഫ് പീരീഡ്. 28 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു ആൻഡ് കൊടുക്കുന്ന വെള്ളം 7.5 സെന്റിമീറ്റർ ഡെപ്തിലായിരിക്കും അല്ലെ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ എത്ര ടൈം നമ്മൾ വെള്ളം ഒഴിച്ചു എന്ന് എങ്ങനെ കണക്കാക്കാം? 140 ഡിവൈഡഡ് ബൈ 28 നോക്കിയാൽ മതി. അപ്പോൾ 5 ടൈംസ് ആണ്. ഓക്കെ. ഇനി ഒരു തവണ ഒഴിച്ച വെള്ളം 7.5 ആണെങ്കിൽ 5 തവണ ഒഴിച്ച വെള്ളം എന്തുമായിരിക്കും? 5 into 7.5. ആൻഡ് ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ത്? നമ്മുടെ ഡെൽറ്റ ഫോർ വീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അത്രയും ഡെപ്ത് ഓഫ് വാട്ടർ ആണ് ആ ഒരു വീറ്റിന്റെ ലൈഫ് ടൈമിൽ അതിന് വേണ്ടി വന്നത്. ഓക്കെ.